പ്രേക്ഷകളെ അടുത്തൊരു ബെല്ലോട് കൂടി ഞങ്ങളുടെ ഇവിടെ ആരംഭിക്കുകയാണ്. അതായത് നമ്മൾ നിൽക്കുന്നോടുന്ന് ഏകദേശം 80-85 കിലോമീറ്ററോളം പോന്നിട്ട് മരുഭൂമിയോട് അടുത്ത് ഇവിടെ മൊത്തം മരുഭൂമിയാട്ടോ. ഒരു തുള്ളി വെള്ളം ഇവിടെ എവിടെയും കിട്ടാനില്ല. അതിന് ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഏതായാലും തള്ളിയും മക്കളൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി ഇറക്കിയാണ്ട് ഇവിടെ ഡ്രൈവർമാർക്ക് ഇരിക്കാനൊരു റൂം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് റൂം ലക്ഷ്യമാക്കി നടക്കുകയാണ് പ്രിയമുള്ളവർ. ആ ഈ റൂം കണ്ടപ്പോൾ എനിക്ക് കണ്ണിലും കിട്ടി ലഡ് പൊട്ടി. കണ്ടടേ ഡ്രൈവർമാർക്ക് റൂം ഉണ്ടായിരുന്നു. ഇത്രയും നല്ല റൂമാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് കീറിയതും പറയതൊക്കെ കേൾക്കാനാണ്. അവിടെ ഇരിക്കാനും കിടക്കാനും ഉള്ള സ്ഥലമുണ്ട്, നല്ല AC ഉണ്ട്, കാര്യങ്ങളുണ്ട്, അടുക്കള ഉണ്ട്. നേരെ തൊട്ടപ്പുറത്തെ റൂമിൽ ഇത് എന്തെങ്കിലും ഇപ്പോൾ ഇയാൾ പേര് ഞാൻ വന്നല്ലോ. റാഷിദ് ഭായിയാണ് അവിടുത്തെ കാര്യത്തിനും മറ്റുള്ള എല്ലാം. മൂപ്പരെ പിന്നെ ജ്യേഷ്ഠൻ്റെ മോനാണ് കൂടുതൽ. ഞാൻ ചെന്നപ്പോൾ രണ്ടാൾ ലുഡോ കളിക്കേനി. അങ്ങനെ അവിടുന്ന് നേരെ നീച്ചാണ്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മുട്ട ആംപ്ലേറ്റ് അതുപോലെ കുബൂസ് ചായയൊക്കെ ഉണ്ടേനി. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ റൂമിലിരുന്ന് പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവലിങ്ങനെ തൗതാരിച്ച് കുത്തിരിക്കുക പുറത്തേ. ഒരു 10 ഏക്കർ റബ്ബർ തോട്ടം 2 മലബാർ ഗോൾഡൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ നമ്മൾ. ബൈ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞാണ്ട് പിന്നെ അവിടെ ബാക്കിൽ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് പോയി കാണാം. അങ്ങനെ ഇനിയും കൂട്ടി മൂപ്പര് നേരെ മരുഭൂമിയിൽ പോവുകയാണ്. ബദിരീങ്ങളെ വെയിലിൻ്റെ ഒരു ചൂടാണെങ്കിലല്ലോ പറയണ്ട. അങ്ങനെ മൂപ്പര് അവിടെ നിന്നാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് തമാനീൻ സനാന്നാണ് പറഞ്ഞത്. ഒരു 80 കൊല്ലം മുന്നൊക്കെ അവിടെ ആൾക്കാരൊക്കെ താമസിച്ചിനി എന്നൊക്കെ പറഞ്ഞു. അത് വലിയ കഥ. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അതിനൊന്നും ഇപ്പോൾ നേരെ നമുക്കില്ല. അങ്ങനെ മൂപ്പര് ഉണ്ടാക്കിയൊരു പച്ചക്കറിത്തോട്ടമുണ്ട്. എന്നാലും മൂപ്പര് സമ്മതിച്ചാക്കാൻ പറ്റൂല. ഈ ജാതിക്കത്തെ മൊട്ടപ്പാടത്ത് മൂപ്പര് ഒരു എന്താ പറയുക ചെയ്ത് വെച്ചിക്കണത് കണ്ടാണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ ഇത് കണ്ട് തള്ളിപ്പോയി. ഇത് പിന്നെ എന്തോ ഒരു കാരക്കമാർക്കുള്ള ഒരു മരമാണ്. പക്ഷേ അതിനൊരു കായ് ഉണ്ടാവും. അതിൻ്റെ പേരെന്തോ ഒരു സാധനം പറഞ്ഞു. അതിനെപ്പറ്റി എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെ ഞങ്ങളോട് തൗതാരിച്ച. അതിങ്ങനെ തിന്നാൽ ഭയങ്കര രസമാണെന്നൊക്കെയാണ് ഈ പറയുന്നത്. ഇതൊക്കെ മൂപ്പര് വന്നിട്ട് വെച്ചതാണ് അവിടെ. അത് റബ്ബേ എന്താ ചൊറുക്കാരോ. ഞാൻ അന്തം വിട്ടുപോയി. ഒരു പെരീക്ക് നല്ല ഒരു 10-30 പെരീക്ക് വേണ്ടിയ സകല പച്ചക്കറി മൂപ്പര് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ അതിങ്ങനെ വളഞ്ഞ് കിടക്കുക. എവിടെ ഈ മരുഭൂമിയിൽ. അതിൻ്റെ ഉള്ളിൽ ഇത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മുളകിൻ്റെ ഒക്കെ നീളം കണ്ടങ്ങൾ നീളം. എൻ്റെ കജിൻ്റെ നീളമുണ്ട് ഓരോ മുളക് മാത്രമല്ല, മുളകുണ്ട്. പിന്നെ കൂസ പറഞ്ഞാൽ മുട്ടക്കോസ അല്ല കേട്ടോ, അതായത് കാബേജ് അല്ല, വേറൊരു സാധനം. പിന്നെ വെണ്ടക്ക, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിനാര, പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ കണ്ട് ഞാൻ. തൊള്ളി കിട്ടാത്ത കുറേ പേര് പൂട്ട് തേകട്ടമാര് കുരങ്ങും പുന്നോക്കണമാര് ഇത് ഞാൻ ഇടക്കും തലക്കും മൂപ്പര് വന്ന് നോക്കും. അതിൻ്റെ അത് കാണാനും ഉണ്ട്. പക്ഷേ ഈ മുളകിനൊക്കെ ഉമ്മ എന്നോട് പറയാം എനിക്ക് നീളം തന്നെ ഉള്ളൂ എന്ന മാതിരി. ഇതിനൊക്കെ നീളം തന്നെ ഉള്ളൂ, ഇതിലൊന്നും എരില്ല. ആ ചൊറുക്കുണ്ട്. മല്ലിച്ചപ്പാണ് ഈ നിൽക്കണത് കേട്ടോ. മൂപ്പര് പരിക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ വേണം പറഞ്ഞപ്പോൾ മൂപ്പര് അവിടെ നിന്ന് തന്നെ പറിച്ച് അതിങ്ങനെ കെട്ടായിക്കാണ്ട് അവിടെ അടുത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമുണ്ട്, അതിൽ ഇടാണ് ചെയ്യുക. നല്ല രസമുള്ള പരിപാടി അത്. വാണ്ടുമ്പോൾ വരിക, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാക്കുക, എന്നിട്ട് കൊണ്ടുപോയി കണ്ട് കൊടുക്കുക. എൻ്റെ കേരളം എത്ര സുന്ദരം. കഴിഞ്ഞാണ്ട് നേരെ ഞാൻ ചെല്ലുന്നത് അതിൻ്റെ ഉള്ളിലൊരു കാട്. അതായത് അത് കഴിഞ്ഞതിൻ്റെ നേരെ അപ്പുറത്ത് ഭയങ്കര ശ്യാമസുന്ദരമായ ഒരു പ്രദേശം. അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. മയിൽ, കുയിൽ, തേള്, പാമ്പ്, ചേര, അങ്ങനെ കുറേ സാധനങ്ങൾ. ഈ എല്ലാം കൂടിയും വീഡിയോയിൽ തികയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്തിലിടുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുണ്ടല്ലോ ബഹുലമായ ഭയങ്കര ഒരു കഥ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത വീഡിയോക്ക് വേണ്ടിയാണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി ഞാൻ തൗതാരിച്ചിട്ടുണ്ട്. അത് വലിയ കഥകാരം, സംഭവം രസമുണ്ട്. ഇതൊന്നൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്തുകളിലാണ് ഞാൻ വെച്ച് കാണിച്ചു തരാല്ലേ. അല്ല കറുത്ത മാതിരി ഇങ്ങനെ വെച്ചേക്കുക. അതിന് കൂടെ പടർത്തി വിടാനേ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാടത്തെ കുറേ മുരിങ്ങ ഉണ്ട് കേട്ടോ. ഈ മുരിങ്ങൻ്റെ ഒക്കെ ചെറിയ മുരിങ്ങ വരാം. അതിമേലൊക്കെ ഒരു മുരിങ്ങാക്കായി മഞ്ഞപ്പൂക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു കുളിര്. അടുത്ത വീഡിയോയിൽ കേട്ടോ.